പ്ലസ് ടു അക്കൗണ്ടൻസിയുടെ പുതിയൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ്. പ്ലസ് ടു അക്കൗണ്ടൻസിയുടെ 3rd ചാപ്റ്റർ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്, അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. അതിൽ ഗുഡ് വിൽ എന്താണെന്നും ഹൗ ടു കാൽക്കുലേറ്റ് ഗുഡ് വിൽ, ഡിഫറെൻറ്റ് മെത്തേഡ്സ്, ഇതൊക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ് വിൽ. ഓക്കെ, അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അക്കൗണ്ടൻസി ടെക്സ്റ്റ് നോട്ട് തുറന്നു വയ്ക്കുക, ക്ലാസ് എടുക്കുന്നതനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. Treatment of goodwill. The incoming partner who acquires his share in profits of the firm from the existing partners brings in some additional amount to compensate them from the loss of their share in super profit. It is termed as his share of goodwill. Already goodwill എന്താണെന്നും ഗുഡ്വിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാമെന്നും ഗുഡ്വിൽ എന്തിനു വേണ്ടിയാണ് കൊണ്ടുവരണമെന്നും ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ഇൻകമിങ് പാർട്ട്ണർ പുതിയ പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് വരുമ്പോൾ ക്യാപിറ്റലിനെ കൂടാതെ ഗുഡ് വിൽ, സൽപ്പേര് എന്ന രീതിയിൽ കുറച്ച് എമൗണ്ട് കൊണ്ടുവരണം. ആ എമൗണ്ട് കൊണ്ടുവരുന്നത് എന്താണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും നിലവിലുള്ള പാർട്ട്നേഴ്സിന് ഉണ്ടാവുന്ന അവരുടെ പ്രോഫിറ്റിൽ ഉണ്ടാവുന്ന വ്യതിയാനം അല്ലെങ്കിൽ കുറവ് നികത്താനാണ് ഇൻകമിങ് പാർട്ട്ണർ ഗുഡ് വിൽ എന്ന രീതിയിൽ അയാളുടെ ഷെയർ ഓഫ് ഗുഡ് വിൽ കൊണ്ടുവരുന്നത്. Alternatively, he may agree that goodwill amount to be raised in the books of the firm by giving the necessary credit to all the partners. ഇങ്ങനെ എമൗണ്ട് ഗുഡ് വില്ലായിട്ട് കൊണ്ടുവരുന്നത് കൂടാതെ മറ്റൊരു രീതിയിലും നമുക്ക് വേണമെങ്കിൽ ട്രീറ്റ് ചെയ്യാം. അതായത് നമ്മുടെ ഫേമിൻ്റെ ഗുഡ് വില്ലിനെ റേസ് ചെയ്തുകൊണ്ട്, ബുക്സ് ഓഫ് ദ ഫേമിൽ റേസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ രീതിയിലും, അതായത് ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് അത് ക്രെഡിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്. Thus, when a new partner is admitted, goodwill can be treated in two ways: by premium method, by revaluation method. So, treatment of goodwill എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം: by premium method, by revaluation method. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ by premium method എന്ന രീതിയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം രണ്ടാമത്തെ മെത്തേഡ് നമ്മൾ എടുക്കുന്നതാണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. Treatment of goodwill on admission of a partner. On admission, the incoming partner who acquires his share of profit from the existing partners has to bring some additional amount to compensate them for the loss of their share in super profits. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യം തന്നെയാണ്. സൂപ്പർ പ്രോഫിറ്റിൽ ഉണ്ടാകുന്ന വ്യതിയാനം അല്ലെങ്കിൽ കുറവ് നികത്താനാണ് ഇൻകമിംഗ് പാർട്ട്ണർ ഗുഡ് വിൽ വരുന്നത്. അതിനെ ഗുഡ് വിൽ ഓർ പ്രീമിയം എന്ന പേരിൽ അറിയപ്പെടുന്നു. അടുത്തത്, ദ പ്രീമിയം എമൗണ്ട് ഈസ് ഷെയർഡ് ബൈ ദ ഓൾഡ് പാർട്ട്നേഴ്സ് ഇൻ ദ റേഷ്യോ ഇൻ വിച്ച് ദേ മേക്ക് ദ സാക്രിഫൈസ്. നമുക്ക് ഓൾറെഡി സാക്രിഫൈസിങ് റേഷ്യോ എന്താണെന്നും എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ കൊണ്ടുവരുന്ന ഗുഡ് വില് അത് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ഓൾഡ് പാർട്ട്നേഴ്സിന് അവരുടെ സാക്രിഫൈസിങ് റേഷ്യോയിലാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. From the accounting point of view, there may be different situations related to treatment of goodwill. അപ്പോൾ നമ്മൾ അണ്ടർ പ്രീമിയം മെത്തേഡിൽ നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിൽ ഡിഫറെൻറ്റ് കേസസ് അല്ലെങ്കിൽ സിറ്റുവേഷൻസ് വരും. ആ സിറ്റുവേഷൻസ് അനുസരിച്ചിട്ടാണ് നമ്മൾ എങ്ങനെയാണ് ഗുഡ് വില്ലിനെ ട്രീറ്റ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. നമുക്ക് തൊട്ട് താഴെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് കേസുകൾ. കേസ് നമ്പർ 1, when the goodwill or premium is paid privately, that is outside the business, by the new partner to the old partners, no entry is recorded in the books of account. അതായത് ആദ്യത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ദ ഇൻകമിംഗ് പാർട്ട്ണർ അല്ലെങ്കിൽ ന്യൂ പാർട്ട്ണർ പുതിയ പാർട്ട്ണർഷിപ്പ് ഫോമിലേക്ക് വരുമ്പോൾ ഗുഡ് വിൽ കൊണ്ടുവരുന്നൊക്കെ ഉണ്ട്. പക്ഷെ ആ ഗുഡ് വില് ഔട്ട് ഓഫ് ദ ബിസിനസ് ആണ്, ഔട്ട്സൈഡ് ദ ബിസിനസ്. പാർട്ട്നേഴ്സ് നമ്മുടെ ഓൾഡ് പാർട്ട്നേഴ്സിനും ന്യൂ പാർട്ട്നേഴ്സും തമ്മിൽ ഒരു അമിക്കബിൾ സെറ്റിൽമെൻറ്റ് ഔട്ട്സൈഡ് ദ ബിസിനസ്സിന് പുറത്ത് വെച്ച്, അതായത് അവരുടെ അക്കൗണ്ടിങ് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ യാതൊരു തരത്തിലുള്ള റെക്കോർഡും അല്ലെങ്കിൽ എൻട്രിയും നടത്താതെ തന്നെ അവർ അത് സെറ്റിൽ ചെയ്യുന്ന രീതിയാണ് ഔട്ട്സൈഡ് ദ ബിസിനസ് അല്ലെങ്കിൽ പ്രീമിയം പെയ്ഡ് പ്രൈവറ്റ്ലി. അതായത് ബുക്കിലൊന്നും നമ്മൾ ഒരു റെക്കോർഡ്സും വരുന്നില്ല, നമ്മൾ എൻട്രിയും വരുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, അങ്ങനത്തെ ഒരു രീതിയാണ്, അങ്ങനത്തെ ഒരു കേസാണ് നമ്മുടെ മുന്നിൽ വരുന്നതെന്നുണ്ടെങ്കിൽ ദർ ഈസ് നോ എൻട്രീസ് നീഡഡ്, നോ എൻട്രീസ് റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്. നമുക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലം വരികയാണെങ്കിൽ തന്നെ നമുക്ക് ഒരു എൻട്രിയുടെ ആവശ്യമില്ല. എൻട്രി വരാത്തത് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ എഴുതി വെക്കണമെന്ന് മാത്രം. ഓക്കെ, രണ്ടാമത്തെ കേസ് നോക്കാം. When the new partner brings his share of goodwill in cash and the same retain the business. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇവിടെ പ്രൈവറ്റ്ലി ഒന്നും സെറ്റിൽ ചെയ്യുന്നില്ല. ന്യൂ പാർട്ട്ണർ ഗുഡ് വിൽ കൊണ്ടുവരുന്നു. ആ കൊണ്ടുവരുന്ന ഗുഡ് വില് ആ ഫോമിൽ റീറ്റെയിൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. മൂന്നാമത്തെ, when the new partner brings his share of goodwill in cash and the same fully or partly withdrawn by the old partners.
മൂന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഓൾറെഡി പറഞ്ഞു ഈ ഗുഡ് വിൽ കൊണ്ടുവരുന്നത് ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ആ ഓൾഡ് പാർട്ട്നേഴ്സിന് വേണമെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ആ ഫുൾ എമൗണ്ടോ അല്ലെങ്കിൽ പോർഷൻ പാർട്ടായിട്ടോ വിഡ്രോ ചെയ്ത് അവർക്ക് കാഷായിട്ട് എടുക്കാം, വിഡ്രോ ചെയ്യാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്, റീറ്റെയിൻ ചെയ്യുന്നില്ല. ദെൻ നാലാമത്തെ സിറ്റുവേഷൻ നോക്കുക, വെൻ ദ ന്യൂ പാർട്ട്ണർ ബ്രിങ്സ് ഹി ഷെയർ ഓഫ് ഗുഡ് വിൽ ഇൻ കൈൻഡ്, അതായത് അസറ്റായിട്ട് കൊണ്ടുവരുന്ന ഒരു അവസ്ഥയാണ്. ക്യാഷിന് പകരം ക്യാപിറ്റലിനും ഗുഡ് വില്ലിനും വേണ്ടി കുറച്ച് അസറ്റ്സ് കൊണ്ടുവരുന്ന സിറ്റുവേഷൻ, കേസ് നമ്പർ 4. അഞ്ചാമത്തെ, വെൻ ദ ന്യൂ പാർട്ട്ണർ ഈസ് അൺഎബിൾ ടു ബ്രിങ് ഹിസ് ഷെയർ ഓഫ് ഗുഡ് വിൽ ഇൻ ക്യാഷ് ഓർ കൈൻഡ്. അഞ്ചാം സിറ്റുവേഷൻ എന്ന് പറയുന്നത് ന്യൂ പാർട്ട്ണർ വരുമ്പോൾ അദ്ദേഹത്തിന് ഗുഡ് വിൽ ക്യാഷ് ആയിട്ടോ കൈൻഡായിട്ടോ കൊണ്ടുവരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, കൊണ്ടുവരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആറാമത്തെ, വെൻ ദ ന്യൂ പാർട്ട്ണർ ബ്രിങ്സ് ഓൺലി എ പോർഷൻ ഓഫ് ഗുഡ് വിൽ, കൊണ്ടുവരുന്നുണ്ട് പക്ഷേ ഓൺലി എ പോർഷൻ ആണ് ആറാമത്തെ കേസ്. ഏഴാമത്തെ, ഗുഡ് വിൽ അപ്പിയറിംഗ് ദ ബുക്സ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ, പുതിയൊരു പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് പഴയ പാർട്ട്ണർഷിപ്പ് ഫോമിൽ അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ബാലൻസ് ഷീറ്റിൽ അവർ ഇതുവരെയുള്ള പാർട്ട്ണർഷിപ്പ് ഫോമിൻ്റെ ഒരു ഗുഡ് വിൽ, ഒരു എമൗണ്ട് അവിടെ അപ്പിയർ ചെയ്യുന്നുണ്ട്, ബുക്സിൽ കാണുന്നുണ്ട്. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം? ഇതൊക്കെയാണ് നമ്മൾ 7 കേസസ് ആണ് നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് അതിന് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ കേസുകളിലേക്ക് പോവാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫസ്റ്റ് കേസ്, വെൻ ദ ഗുഡ് വിൽ ഓർ പ്രീമിയം ഈസ് പെയ്ഡ് പ്രൈവറ്റ്ലി, ദറ്റ് ഈസ് ഔട്ട്സൈഡ് ദ ബിസിനസ് ബൈ ദ ന്യൂ പാർട്ട്ണർ ടു ദ ഓൾഡ് പാർട്ട്നേഴ്സ്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മുടെ മുന്നിൽ പ്രോബ്ലംസ് വരാറുണ്ട്. കാര്യം സിമ്പിൾ ആണെങ്കിലും പ്രോബ്ലംസ് വന്നാൽ നമ്മൾ പാനിക് ആവരുത്. നോ എൻട്രീസ് റിക്വയർഡ് എന്നെങ്കിലും എഴുതി വെച്ചാലേ മാർക്ക് കിട്ടുള്ളൂ. സംടൈംസ് ദ ന്യൂ പാർട്ട്ണർ ബ്രിങ്സ് in his share of goodwill in cash and the same is paid to the old partners privately, that means outside the business. അതായത് ബിസിനസ്സിനെ പുറത്ത് വെച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ കൊടുക്കാനുള്ളത് കൊടുത്ത് സെറ്റിൽ ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. നമ്മൾ റെക്കോർഡിക്കലായിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ യാതൊരുവിധ റെക്കോർഡ്സും വരുന്നില്ല. ഇൻ സച്ച് കേസ് നോ എൻട്രീസ് മെയ്ഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ഓഫ് ദ ഫോം. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻ വരാണെങ്കിൽ നമുക്ക് എൻട്രീസ് ഒന്നും തന്നെ വരുന്നില്ല. ഇതാണ് കേസ് നമ്പർ 1. നമുക്ക് നെക്സ്റ്റ് കേസിലേക്ക് കിടക്കാം. കേസ് നമ്പർ 2, when the new partner brings in cash in share of goodwill and the same retained in the business, ഗുഡ്വിൽ കൊണ്ടുവരുന്നു. ആ ഗുഡ്വിൽ പാർട്ട്ണർഷിപ്പ് ഫോമിൽ അത് ഓൾഡ് പാർട്ട്നേഴ്സ് വിഡ്രോ ചെയ്യാതെ അവിടെ തന്നെ റീറ്റെയിൻ ചെയ്യുന്ന ഒരു അവസ്ഥ നോക്കാം. ഫസ്റ്റ് ജേണൽ എൻട്രി എല്ലാവരും ശ്രദ്ധിക്കുക. വെൻ ദ ക്യാഷ് ബ്രോട്ട് ഇൻ ആസ് ഗുഡ്വിൽ, ക്യാഷ് കൊണ്ടുവരുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് ടു പ്രീമിയം ഓർ ഗുഡ്വിൽ, ക്യാഷ് ഗുഡ്വില്ലായിട്ട് കൊണ്ടുവന്നു. നരേഷൻ നോക്കുക, ക്യാഷ് ബ്രോട്ട് ഇൻ ബൈ ദ ന്യൂ പാർട്ട്ണർ ആസ് ഗുഡ്വിൽ, പ്രീമിയം ഓർ ഗുഡ്വിൽ രണ്ടും ഒന്ന് തന്നെയാണ്. ഇതിനു മുമ്പ് ഈ പാർട്ട്ണർ ക്യാപിറ്റൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ആ എൻട്രി നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഇതിൽ ചേർക്കേണ്ട എൻട്രി ആണത്. ക്യാഷ് അക്കൗണ്ട് ടു ഇൻകമിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ, അത് ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ ഇവിടെ ഗുഡ്വിൽ കൊണ്ടുവരുന്ന എൻട്രി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ക്യാഷ് അക്കൗണ്ട് ടു പ്രീമിയം ഓർ ഗുഡ്വിൽ. ദെൻ ഈ കൊണ്ടുവന്ന പ്രീമിയം അല്ലെങ്കിൽ ഗുഡ്വിൽ പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം അക്കോർഡിംഗ് ടു ദെയർ സാക്രിഫൈസിംഗ് റേഷ്യോ. അതാണ് ജേണൽ എൻട്രി നമ്പർ 2. വെൻ ഗുഡ്വിൽ ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ഓൾ പാർട്ട്നേഴ്സ്, പ്രീമിയം അക്കൗണ്ട് ഡെറ്റഡ് ടു ഓർ ഗുഡ്വിൽ, പ്രീമിയം ഓർ ഗുഡ്വിൽ സെയിം തന്നെയാണ്, അക്കൗണ്ട് ഡെറ്റഡ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻഡിവിജ്വലി ആയിരിക്കണം. ഇൻ ദ സാക്രിഫൈസിംഗ് റേഷ്യോയിലാണ് കൊണ്ടുവന്ന ഗുഡ്വിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. നരേഷൻ നോക്കാം, ഗുഡ്വിൽ ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ഓൾഡ് പാർട്ട്നേഴ്സ്. ഇനി നമ്മൾ മുകളിലത്തെ 2 ജേണൽ എൻട്രി നോക്കിയിട്ടുണ്ടാവും. ഇതിന് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഷോർട്ട് കട്ട് അല്ലെങ്കിൽ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാം. നോക്കാം. സിംഗിൾ ജേണൽ എൻട്രി, വെൻ ന്യൂ പാർട്ട്ണർ ബ്രിങ്സ് ഷെയർ ഓഫ് ഗുഡ്വിൽ ഇൻ ക്യാഷ് ദ സെയിം റീറ്റെയിൻ ഇൻ ദ ബിസിനസ്. റീറ്റെയിൻ ചെയ്യുന്ന ഒരു അവസ്ഥയാണെങ്കിൽ മുകളിൽ കാണുന്ന 2 ജേണൽ എൻട്രി വേണമെങ്കിൽ നമുക്കൊന്ന് കട്ട് ഷോട്ട് ചെയ്ത് ഒരു സിംഗിൾ ജേണൽ എൻട്രിയിലേക്ക് മാറ്റാം. ഇത്രയേ ഉള്ളൂ. ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, കൊണ്ടുവന്ന ഗുഡ്വിൽ നേരിട്ട് ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് സാക്രിഫൈസിംഗ് റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു എൻട്രി. ഈ രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. പലപ്പോഴും പല രീതിയിലാണ് ചെയ്യുന്നത്. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്തുകൊണ്ട് പ്രശ്നമില്ല, എൻട്രി തെറ്റാതിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഷോർട്ട് കട്ട് നമ്മുടെ മുന്നിലുണ്ട്. നമുക്കൊരു പ്രോബ്ലം ചെയ്തു നോക്കാം. കേസ് നമ്പർ 2ൻ്റെ പ്രോബ്ലം ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ 5:3. They admitted C as a new partner with 1/4 share in profits. C brought rupees 30,000 for 1/4 share in profits as a premium or goodwill. Record necessary journal entries in the books of the firm on C's admission. അപ്പോൾ നമ്മൾ പറയുന്നത് എയും ബിയും പാർട്ട്ണർഷിപ്പ് ഫോമിലാണ്. ആ പാർട്ട്ണർഷിപ്പ് ഫോമിലേക്ക് സീനെ അഡ്മിറ്റ് ചെയ്തു. സിക്ക് 1/4 ഷെയർ ഇൻ പ്രോഫിറ്റ്സിലേക്കാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. സി ഒരു 30,000, സി ബ്രോട്ട് rupees 30,000 ഫോർ 1/4 ഷെയർ ഇൻ പ്രോഫിറ്റ്സ് ആസ് എ പ്രീമിയം ഓർ ഗുഡ്വിൽ. ഗുഡ്വിൽ 30,000, അതായത് ആളുടെ 1/4 ഷെയറിൻ്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. റെക്കോർഡ് നെസസറി ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ദ ഫോം എന്ന് പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ ഈ പ്രോബ്ലത്തിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം സാക്രിഫൈസിങ് റേഷ്യോ കാണണം. പക്ഷേ ഇവിടെ സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് വേറെ ഒന്നും ന്യൂ പ്രോഫിറ്റ് റേഷ്യോ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല, എങ്ങനെ അക്യൂർ ചെയ്തെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. സോ നമുക്ക് 5:3 തന്നെയാണ് സാക്രിഫൈസിങ് റേഷ്യോ ആയിട്ട് കണക്കാക്കുക. ദെൻ സിംഗിൾ ജേണൽ എൻട്രി ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആദ്യം. അതിനുശേഷം നമുക്ക് മറ്റു രീതിയിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സിംഗിൾ ജേണൽ എൻട്രി ആണെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെറ്റോ എത്രയാണ് ഗുഡ് വിൽ കൊണ്ടുവന്നത് അത് ഡെബിറ്റ് ചെയ്തു. ക്യാഷ് അക്കൗണ്ട് ഡെറ്റ് ടു 30,000 ടു ആസ് ക്യാപിറ്റൽ ആൻഡ് ബീസ് ക്യാപിറ്റൽ. അവിടെ 30,000നെ സാക്രിഫൈസിങ് റേഷ്യോ ആയിട്ടുള്ള 5:3 അതായത് 5/8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 18,750. അതുപോലെ തന്നെ ബീസ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് 30,000നെ 3/8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 11,250 ആണ് കിട്ടുക. Cash brought in by C as goodwill and transferred to old partners capital account in their sacrificing ratio. ഓക്കെ, ഈ സെയിം ഇതിപ്പോൾ നമ്മൾ സിമ്പിൾ ജേണൽ എൻട്രിയിൽ ചെയ്തു. ഇതിനെ നമ്മൾ ഈ ഷോർട്ട് കട്ട് ഇല്ലാതെ നമ്മൾക്ക് എല്ലാം അതിൻ്റെതായ രീതിയിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരുമെന്ന് നമുക്കൊന്ന് നോക്കാം. എല്ലാവരും ശ്രദ്ധിക്കുക. തൊട്ട് മുമ്പ് ചെയ്ത ആ സെയിം പ്രോബ്ലം തന്നെ ഈ രീതിയിലും, അതായത് ജേണൽ എൻട്രി സെയിം തന്നെയാണ്, ഒന്ന് കട്ട് ഷോട്ട് ചെയ്യുന്നുള്ളൂ. അതായത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റ് ടു ഗുഡ് വിൽ 30,000 ഈച്ച്. ഇത് ഗുഡ് വിൽ ക്യാഷ് ആയിട്ട് കൊണ്ടുവരുമ്പോൾ ക്യാഷ് ബ്രോട്ട് ബൈ ന്യൂ പാർട്ട്ണർ ആസ് ഗുഡ് വിൽ. ദെൻ ഗുഡ് വില്ലിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഗുഡ് വിൽ അക്കൗണ്ട് ഡെറ്റ് ടു 30,000 ആസ് ബീസ് ക്യാപിറ്റൽ ആസ് ക്യാപിറ്റൽ ബീസ് ക്യാപിറ്റൽ. ഇതിനെ കട്ട് ഷോട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ നേരത്തെ കണ്ടേ ക്യാഷ് അക്കൗണ്ട് ഡെറ്റ് ടു ആസ് ക്യാപിറ്റൽ ബീസ് ക്യാപിറ്റൽ. അപ്പോൾ നമുക്ക് കട്ട് ഷോട്ട് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് സമയം ലാഭിക്കാം, സ്പേസ് നമുക്ക് ലാഭിക്കാം. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മൾ രണ്ട് രീതിയിലും ജേണൽ എൻട്രി ഇവിടെ കണ്ടു. ഓക്കെ, നമ്മൾ അടുത്ത കേസിലേക്ക് പോവുകയാണ്. കേസ് നമ്പർ 3. വെൻ ദ ന്യൂ പാർട്ട്ണർ ബ്രിങ്സ് ഇൻ ഹിസ് ഷെയർ ഓഫ് ഗുഡ് വിൽ ഇൻ ക്യാഷ് ആൻഡ് ദ സെയിം ഫുള്ളി ഓർ പാർട്ട്ലി വിത്ഡ്രോൺ ബൈ ദ ഓൾഡ് പാർട്ട്നേഴ്സ്. അതായത് തൊട്ട് മുമ്പ് കണ്ടു ഇൻകമിംഗ് പാർട്ട്ണർ ഗുഡ് വിൽ കൊണ്ടുവന്നു. ആ ഗുഡ് വിൽ ഓൾഡ് പാർട്ട്നേഴ്സ് വിത്ഡ്രോ ചെയ്യുന്നൊന്നുമില്ല, റീറ്റെയിൻ ചെയ്യാൻ തീരുമാനിച്ചു എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ സിറ്റുവേഷൻ വേറെയാണ്. ഇൻകമിംഗ് പാർട്ട്ണർ ഗുഡ് വിൽ കൊണ്ടുവന്നു, പക്ഷെ സെയിം ഫുള്ളി ഓർ പാർട്ട്ലി വിത്ഡ്രോൺ ബൈ ദ ഓൾഡ് പാർട്ട്ണർ. ഇതാണ് കേസ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജേണൽ എൻട്രി എന്താണെന്ന് നോക്കാം. ആസ് യൂഷ്വൽ ഫോളോയിങ് ജേണൽ എൻട്രീസ് ആസ് പാസ്ഡ് ഇൻ ദ ബുക്സ്. അതായത് ഗുഡ് വിൽ കൊണ്ടുവരുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റ് ടു ഗുഡ് വിൽ അക്കൗണ്ട് ഡെറ്റ് ടു ഓൾഡ് പാർട്ട്നേഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ഷോർട്ട് എൻട്രി, അതായത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റ് ടു ഓൾഡ് പാർട്ട്നേഴ്സ്, ഈ രീതിയിലും ചെയ്യാം. അതിനുശേഷം വരുന്ന അടുത്ത എൻട്രിയാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട എൻട്രി. വെൻ ഗുഡ് വിൽ എമൗണ്ട് വിത്ഡ്രോൺ ബൈ ദ ഓൾഡ് പാർട്ട്നേഴ്സ് ഫ്രം ബിസിനസ്. ആ എമൗണ്ട് കൊണ്ടുവന്ന ഗുഡ് വിൽ ഓൾറെഡി നമുക്കറിയാം, കൊണ്ടുവന്ന ഗുഡ് വിൽ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കൂടി കിടക്കുകയാണ്. ആ പാർട്ട്നേഴ്സിന് ഓൾഡ് പാർട്ട്നേഴ്സ് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വിത്ഡ്രോ ചെയ്യാം. അത് അവരുടെ ഇഷ്ടമാണ്, ക്യാഷ് ആയിട്ട് വിത്ഡ്രോ ചെയ്യാം. അങ്ങനെ വിത്ഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫുള്ളിയോ പാർട്ടിലിയോ പോർഷനോ ഒക്കെ എങ്ങനെ വേണമെങ്കിലും വിത്ഡ്രോ ചെയ്യാം. വിത്ഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ എൻട്രി ഇങ്ങനെ വരിക: ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റ് ടു ക്യാഷ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ക്യാഷ് ആണ്. പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് കൊണ്ടുവന്ന ഗുഡ് വിൽ ഓൾഡ് പാർട്ട്നേഴ്സ് വിത്ഡ്രോ ചെയ്യുമ്പോൾ അത് ക്യാഷ് ആയിട്ടാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക. സോ ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റ് ടു ക്യാഷ്, ദ എമൗണ്ട് ഓഫ് ഗുഡ് വിൽ വിത്ഡ്രോൺ ബൈ ദ ഓൾഡ് പാർട്ട്ണർ. ഈ ഒരു എൻട്രിയാണ് ഈ കേസിൻ്റെ പ്രധാനപ്പെട്ട എൻട്രി. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. കേസ് നമ്പർ 3ൻ്റെ പ്രോബ്ലം ഇതാണ്. സന്തോഷ് ആൻഡ് ആൻ്റണി ആർ പാർട്ട്നേഴ്സ് ഇൻ എ firm. They sharing profits and losses in the ratio of 5:3. They admit Biju into partnership, who pays 50,000 as for his capital and 18,000 as his share of goodwill. Half of the goodwill is withdrawn by the partners. They agree to share profit and losses in the ratio of 4:2:1. സന്തോഷും ആൻ്റണിയും കൊണ്ട് നടന്നിരുന്ന ഒരു പാർട്ട്ണർഷിപ്പ് ഫോമിലേക്ക് ബിജുവിനെ അഡ്മിറ്റ് ചെയ്തു. ഓൾഡ് റേഷ്യോ 5:3. ബിജുവിനെ അഡ്മിറ്റ് ചെയ്തപ്പോൾ ബിജു 50,000 രൂപ ക്യാപിറ്റലായിട്ടും 18,000 രൂപ ഗുഡ്വില്ലായിട്ടും കൊണ്ടുവന്നു. ആ കൊണ്ടുവന്ന ഗുഡ്വില് ഹാഫ് ഓഫ് ദ ഗുഡ്വില് ഓൾഡ് പാർട്ട്നേഴ്സ് വിത്ഡ്രോ ചെയ്തു എന്ന് പറഞ്ഞു. മാത്രമല്ല അവരെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തന്നിട്ടുണ്ട് 4:2:1. സോ നമുക്കിത് വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, എൻട്രി ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ന്യൂ റേഷ്യോ തന്നിട്ടുള്ളത് കൊണ്ട് വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് സാക്രിഫൈസിങ് റേഷ്യോ. സാക്രിഫൈസിങ് റേഷ്യോ ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ, നമുക്ക് എല്ലാവർക്കും അറിയാം. അത് വെച്ചുകൊണ്ട് സന്തോഷിൻ്റെയും അതുപോലെ തന്നെ ആൻ്റണിയുടെയും സാക്രിഫൈസിങ് റേഷ്യോ ഇവിടെ ചെയ്തിരിക്കുന്നത് കാണാം. ഓൾഡ് റേഷ്യോ ആയിട്ടുള്ള 5:3 മൈനസ് അതിൽ നിന്ന് 5/8 നിന്ന് 4/7 ന്യൂ റേഷ്യോ ലെസ് ചെയ്യുമ്പോൾ സന്തോഷിന് 3/56ഉം അതുപോലെ തന്നെ ആൻ്റണിയുടെ 5/56, അതായത് 3:5 ആണ് അവിടെ സാക്രിഫൈസിങ് റേഷ്യോ. ഇനി ബിജുവിൻ്റെ ഷെയർ ഓഫ് ഗുഡ് വിൽ തന്നിട്ടുണ്ട് 18,000. നമുക്കത് എങ്ങനെ ചെയ്യാൻ നോക്കാം. ജേണൽ എൻട്രി നോക്കുക. ആദ്യം തന്നെ ഇവിടെ അഗെയിൻ നമ്മുടെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് ഷോർട്ട് ജേണൽ എൻട്രി ആണ്. ക്യാഷ് കൊണ്ടുവന്നു, അത് തന്നെ ക്യാഷ് കൊണ്ടുവന്ന ജേണൽ എൻട്രി ആണ് കേട്ടോ.
ക്യാഷ് അക്കൗണ്ട് ടു ബിജു ക്യാപിറ്റൽ കൊണ്ടുവന്ന ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ. രണ്ടാമത്തെ ഗുഡ്വിൽ കൊണ്ടുവന്നു പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന എൻട്രി ഒരുമിച്ചാണ് കാണിച്ചിരിക്കുന്നത്. സോ ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് 18,000 ടു സന്തോഷ് ക്യാപിറ്റൽ അക്കൗണ്ട് 6,750. 18,000-ൻ്റെ നമ്മൾ തൊട്ട് മുൻപ് നമ്മൾ കണ്ടു സാക്രിഫൈസിങ് റേഷ്യോ 3:5 ആണ്. അപ്പോൾ സന്തോഷിന് കിട്ടുക 18,000-ൻ്റെ 3/8 ആൻ്റണിക്ക് കിട്ടുക 18,000-ൻ്റെ 5/8 ആണ്. അങ്ങനെയാണ് 6,750 11,250 വന്നത്. നരേഷൻ നോക്കാം. ബീയിങ് ഗുഡ്വിൽ ബ്രോട്ട് ഇൻ ബൈ ബിജു ക്രെഡിറ്റഡ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ഇൻ ദർ സാക്രിഫൈസിങ് റേഷ്യോ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ഷോർട്ട് ആയിട്ടുള്ള എൻട്രിയാണ് രണ്ടാമത്തെ. നമുക്കത് മറ്റു രീതിയിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ദെൻ അടുത്താണ് ശ്രദ്ധിക്കേണ്ടത്, ഈ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തിട്ടുള്ള ഗുഡ്വില്ലിനെ അവർ ഹാഫ് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും എൻട്രി നോക്കാം. അപ്പോൾ സന്തോഷിൻ്റെ ഓൾറെഡി അക്കൗണ്ടിൽ കിടക്കുന്ന 6,750-ൻ്റെ പകുതി, അതായത് 3,375 സന്തോഷ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റോ. ശ്രദ്ധിക്കുക, തൊട്ട് മുകളിൽ കാണുന്ന ചാനൽ എൻട്രിയിൽ 6,750 ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഹാഫേ വിഡ്രോ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 3,375. ആൻ്റണീസിൻ്റെ അക്കൗണ്ടിൽ 11,250 ഉണ്ടായിരുന്നു, അതിൻ്റെ പകുതി 5,625 അവർ വിഡ്രോ ചെയ്തു ടു ക്യാഷ് അക്കൗണ്ട് 9,000. ബീയിങ് ഹാഫ് ഓഫ് ദ ഗുഡ്വിൽ വിഡ്രോൺ ബൈ ദ ഓൾഡ് പാർട്ട്നേഴ്സ് ഇൻ ദ സാക്രിഫൈസിങ് റേഷ്യോ. അപ്പോൾ ഹാഫ് ഓഫ് ദ ഗുഡ്വിൽ അവർ വിഡ്രോ ചെയ്ത എൻട്രിയാണ്. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഈ സെയിം ചാനൽ എൻട്രീസ് നമുക്ക് ഷോർട്ട് കട്ട് ഇല്ലാതെ ചെയ്താൽ എങ്ങനെയായിരിക്കും നമുക്കൊന്ന് നോക്കാം. സെയിം ചാനൽ എൻട്രീസ് ഞാനൊന്ന് ഷോർട്ട് കട്ട് ഇല്ലാതെ ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് ചാനൽ എൻട്രി നോക്കാം. ക്യാഷ് അക്കൗണ്ട് ടു ബിജുസ് ക്യാപിറ്റൽ കൊണ്ടുവന്നു 50,000. രണ്ടാമത്തെ ഗുഡ്വിൽ കൊണ്ടുവന്നു. ക്യാഷ് അക്കൗണ്ട് ടു ഗുഡ്വിൽ 18,000. മൂന്നാമത്തെ കൊണ്ടുവന്ന ഗുഡ്വില്ലിനെ ഓൾഡ് പാർട്ട്നേഴ്സിന് ഇൻ ദയർ സാക്രിഫൈസിങ് റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഗുഡ്വിൽ അക്കൗണ്ട് ടു സന്തോഷ് ക്യാപിറ്റൽ അക്കൗണ്ട്, ദെൻ ആൻ്റണീസ് ക്യാപിറ്റൽ അക്കൗണ്ട്. നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡ് ആണെങ്കിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും ജേണൽ എൻട്രീനെ ക്ലബ് ചെയ്തിട്ട് ക്യാഷ് അക്കൗണ്ട് ടു സന്തോഷ് ക്യാപിറ്റൽ അക്കൗണ്ട്, ആൻ്റണീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഏതാണോ കുറച്ചുകൂടി കൺവീനിയൻസ്, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഏത് രീതിയിൽ ചെയ്താലാണോ ആ രീതിയിൽ ചെയ്യുന്നതായിരിക്കും ഉചിതം. രണ്ട് രീതിയിലും ചെയ്താൽ തെറ്റില്ല, ഒരുമിച്ച് ചെയ്യരുത്, ഏതായാലും ഒരു രീതിയിലേ ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഏതാണോ കോൺഫിഡൻസ് ആ രീതിയിൽ ഫോളോ ചെയ്യാം. ദെൻ നാലാമത്തെ ചാനൽ എൻട്രിയിൽ വ്യത്യാസമൊന്നുമില്ല. അവർ ഹാഫ് ഓഫ് ദ ഗുഡ്വിൽ വിഡ്രോ ചെയ്യുമ്പോൾ സന്തോഷ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ആൻ്റണീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു ക്യാഷ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ രീതിയിൽ നമുക്ക് ചെയ്യാം. ജേണൽ എൻട്രിയിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. അപ്പോൾ സ്പേസ് ലാഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡിൽ ജേണൽ എൻട്രി, അതായത് രണ്ടാമത്തെയും മൂന്നാമത്തെയും ക്ലബ് ചെയ്യുന്നു. അപ്പോൾ ചിലർക്ക് ഇത് കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ ഈ രീതിയിൽ പോയാലും മതി. അപ്പോൾ ഒരു ഓർഡർലി ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ അടുത്ത ഒരു ഫോർത്ത് കേസ് നമ്പർ 4 പോവാണ്. When the new partner brings his share of goodwill in kind, that means in the form of asset item, പൈസയ്ക്ക് പകരം ഒരു പുതിയ പാർട്ട്ണർ വരുമ്പോൾ അയാളുടെ കയ്യിൽ പൈസ ഇല്ല, പൈസയ്ക്ക് പകരം കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരികയാണ്, കുറച്ച് അസറ്റ്സ് കൊണ്ടുവരികയാണ്. ആ ഒരു രീതിയിൽ ആൾ കൊണ്ടുവന്നാൽ എങ്ങനെയായിരിക്കും ട്രീറ്റ് ചെയ്യുക? In this case, the new partner brings his share of goodwill and capital in the form of assets instead of cash. The assets brought in by the new partner will be debited. Credits is given to share of goodwill and his capital account. Afterwards, premium is transferred to capital account of the old partners in their sacrificing issue. അപ്പോൾ ആദ്യം തന്നെ കൊണ്ടുവരുന്ന അസറ്റ്സ് എന്തൊക്കെയാണോ അതിനൊരു വാല്യൂ ഉണ്ട്. അസറ്റ്സ് എന്ന് പറയുന്നത് അതിന് മോണിറ്ററി വാല്യൂ ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ വില കണക്കാക്കിയിട്ടാണ് ക്യാപിറ്റലിനും ഗുഡ്വില്ലിനുള്ള പൈസ ആൾ കൊണ്ടുവരുന്നത്. ആ കൊണ്ടുവരുന്ന ആദ്യം തന്നെ അസറ്റ് അക്കൗണ്ടിലേക്കും ഗുഡ്വിൽ അക്കൗണ്ടിലേക്കും നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ദെൻ അത് വീണ്ടും പാർട്ട്നേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെയാണ് അത് ചെയ്യുക. നമുക്ക് നോക്കാം. ആദ്യത്തെ ജേണൽ എൻട്രി നോക്കുക. അസറ്റ്സ് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ജേണൽ എൻട്രി ആണ് ഫസ്റ്റ് ജേണൽ എൻട്രി. അപ്പോൾ അസറ്റ്സ് കുറേ അസറ്റ്സ് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അസറ്റ്സിന് ഇൻഡിവിജ്വൽ ആയിട്ട് എഴുതണം. അസറ്റ് നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. അസറ്റ് അക്കൗണ്ട് ഡെറ്റോ ഇൻഡിവിജ്വലി. 2 ആൾ അസറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് ക്യാപിറ്റലിനും ഗുഡ്വില്ലുമായിട്ടാണ്. അപ്പോൾ ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ദെൻ പ്രീമിയം ഓർ ഗുഡ്വിൽ അക്കൗണ്ട്. നമ്മൾ ആദ്യത്തെ എൻട്രി ഇങ്ങനെ ചെയ്യുക. ഇനി ഗുഡ്വില്ലേക്ക് കൊണ്ടുവന്നിട്ട് ദെൻ ഇപ്പോൾ ഗുഡ്വിൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഇനി ഗുഡ്വിൽ അക്കൗണ്ടിൽ നിന്ന് അത് ഓൾ പാർട്ട്നേഴ്സ് ആസ് യൂഷ്വൽ എൻട്രി ആണ്. ഗുഡ്വിൽ അക്കൗണ്ട് ഡെറ്റർ ടു ഓൾ പാർട്ട്നേഴ്സ് ഇൻ ദയർ സാക്രിഫൈസിങ് റേഷ്യോ. ഇതാണ് നമ്മൾ അസറ്റ് ആയിട്ട് കൊണ്ടുവരികയാണെങ്കിൽ കാണിക്കേണ്ട ചാനൽ എൻട്രി. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇത് നോക്കുക. നിങ്ങൾക്ക് A and B are partners in a firm sharing profits and losses in the ratio of 3:2. On 1st April 2018, they admit C as a new partner for 1/6 share. The new profit sharing ratio 3:2:1. C has contributed the following assets to his capital and share of goodwill. Stock 90,000, debtors 1,10,000, land 2 lakh, plant and machinery 1,40,000.
On the date of admission, C goodwill of the firm was valued at rupees 3,36,000. goodwill of the firm തന്നിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. സിയുടെ ഷെയർ അല്ല. അപ്പോൾ അങ്ങനെ സിറ്റുവേഷൻ വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് goodwill of the firm തരുന്നുണ്ടെങ്കിൽ സിയുടെ ഷെയർ കണ്ടുപിടിക്കണം. നോക്കാം. റെക്കോർഡ് നെസസറി ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ഫോം സീസ് അഡ്മിഷൻ. നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യത്തിലേ ഉള്ളൂ. എയും ബിയും കൊണ്ടുവന്നിരിക്കുന്ന ഫോമാണ് 3:2 സീനെ അഡ്മിറ്റ് ചെയ്തു 1/6 ഷെയർ. സി കാശിന് പകരം കുറച്ച് അസറ്റ്സ് കൊണ്ടിരിക്കുന്നത് സ്റ്റോക്കായിട്ടും ആൾക്ക് കിട്ടാനുള്ള കുറച്ച് പൈസകളും ലാൻഡും പ്ലാന്റ് ആൻഡ് മെഷീനറി അങ്ങനെയൊക്കെ ആയിട്ട് ആൾ കൊണ്ടുവന്നിരിക്കുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാൻ നോക്കാം. പിന്നെ ഒരു കാര്യം കൂടി ഉള്ളത് ഗുഡ്വിൽ ഓഫ് ദ ഫോം തന്നിരിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഗുഡ്വിൽ ഓഫ് ദ ഫോം തന്നു കഴിഞ്ഞാൽ പേടിക്കാനൊന്നുമില്ല. ആ 3,36,000 നിന്ന് സിയുടെ ഷെയർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. സിയുടെ ഷെയർ എന്ന് പറയുന്നത് 3,36,000 1/6 അത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇപ്പോൾ ഇതിൽ നമുക്ക് സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഓൾഡ് റേഷ്യോ ന്യൂ റേഷ്യോ തന്നിട്ടുണ്ട്. സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ട് 3:2. എല്ലാവരും കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അത് കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ ഗുഡ്വിൽ ഓഫ് ദ ഫോം പ്രത്യേകം ശ്രദ്ധിക്കുക. 3,36,000 ആണ്. പലർക്കും തെറ്റാറുണ്ട് ഇവിടെ. അതിൽ നിന്ന് സിയുടെ ഷെയർ ആണെങ്കിൽ 1/6 56,000 കണ്ടുപിടിച്ച് വെച്ചു. ദെൻ നമുക്ക് ജേണൽ എൻട്രിയിലേക്ക് കിടക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഫസ്റ്റ് ജേണൽ എൻട്രി ആൾ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ അസറ്റുകളെയും നമ്മൾ ഡെബിറ്റ് ചെയ്തു. സ്റ്റോക്ക് 90,000, ഡെപ്റ്റേഴ്സ് 1,10,000, ലാൻഡ് 2 lakh, പ്ലാന്റ് ആൻഡ് മെഷീനറി 1,40,000. ഇപ്പോൾ ഈ പ്രോബ്ലത്തിൽ ക്യാപിറ്റൽ എത്രയെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ നമുക്ക് കണ്ടുപിടിക്കാം. കാരണം ഗുഡ്വിൽ എത്രയാണെന്ന് നമുക്കറിയാം. 56,000 ആണ് ഗുഡ്വിൽ സി കൊണ്ടുവരേണ്ടത്. ബാക്കിയെല്ലാം ക്യാപിറ്റലാണ്. സോ നോക്കുക, അവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. സീസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് മൊത്തം സ്റ്റോക്ക് ഡെപ്റ്റേഴ്സും ലാൻഡും പ്ലാന്റ് ആൻഡ് മെഷീനറി ടോട്ടൽ ചെയ്യുമ്പോൾ 5,40,000 കിട്ടുക. അതിൽ നിന്ന് 56,000 ഗുഡ്വിൽ എത്രയാണോ അത് കുറയ്ക്കുമ്പോൾ എത്രയാണോ അതാണ് സിയുടെ ക്യാപിറ്റൽ 4,84,000. ദെൻ ഗുഡ്വിൽ ഓർ പ്രീമിയം അക്കൗണ്ട് രണ്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജേണൽ എൻട്രി ഇങ്ങനെ വരും. സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ, ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ, ലാൻഡ് അക്കൗണ്ട് ഡെറ്റർ, പ്രീമിയം അക്കൗണ്ട് ഡെറ്റർ, പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു സീസ് ക്യാപിറ്റൽ 4,84,000 ടു പ്രീമിയം 56,000. അപ്പോൾ നമ്മൾ ഈ ഒരു എൻട്രി നമ്മൾ സാധാരണ ഉണ്ടാവാറില്ല. അപ്പോൾ അസറ്റായിട്ട് കൊണ്ടുവരുമ്പോൾ ഈ ഒരു എൻട്രി വന്നു. ദെൻ നമുക്ക് ഈ കിട്ടിയിട്ട് ഇപ്പോൾ പ്രീമിയം അക്കൗണ്ടിൽ അല്ലെങ്കിൽ ഗുഡ്വിൽ അക്കൗണ്ടിൽ 56,000 രൂപ ക്രെഡിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. പ്രീമിയം അക്കൗണ്ട് ഡെറ്റർ 56,000 അക്കോർഡിംഗ് ടു ദ സാക്രിഫൈസിങ് റേഷ്യോ ആസ് ക്യാപിറ്റൽ അക്കൗണ്ട് 33,600. ദെൻ ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ ഓൾറെഡി 3:2 കണ്ടുവച്ചിട്ടുണ്ട്. സാക്രിഫൈസിങ് റേഷ്യോ 22,400 ബീയിങ് പ്രീമിയം എമൗണ്ട് ട്രാൻസ്ഫേർഡ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ഇൻ ദയർ സാക്രിഫൈസിങ് റേഷ്യോ. ഇതാണ് നമ്മളുടെ ഇൻ കൈൻഡിൽ കൊണ്ടുവന്നാൽ ചെയ്യേണ്ട രീതി. ദെൻ അഞ്ചാമത്തെ രീതി നോക്കാം. വെൻ ദ ന്യൂ പാർട്ട്ണർ ഈസ് അൺഏബിൾ ടു ബ്രിങ് ഹിസ് ഷെയർ ഓഫ് ഗുഡ്വിൽ ഇൻ ക്യാഷ് ഓർ കൈൻഡ്. പുതിയ പാർട്ട്ണർ വരികയാണ്. അദ്ദേഹം ക്യാപിറ്റൽ കൊണ്ടുവന്നു. ഒരു പക്ഷേ ഗുഡ്വിൽ ആൾക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല. ഗുഡ്വിൽ ആൾക്ക് കാശ് ഇല്ലാത്തതുകൊണ്ടോ മറ്റു റീസൺ കൊണ്ടോ ഗുഡ്വിൽ കൊണ്ടുവരാൻ പറ്റിയില്ല. അങ്ങനെ വന്നാൽ എന്താണ് ചെയ്യുക? ഇഫ് എ ന്യൂ പാർട്ട്ണർ ഡസ് നോട്ട് ബ്രിങ് ഹിസ് ഷെയർ ഓഫ് ഗുഡ്വിൽ ഇൻ ക്യാഷ്, ദ ന്യൂ partner's capital account is debited for his share of goodwill and the old partner or sacrificing partner's capital accounts are credited in their sacrificing ratio. അതായത് ക്യാപിറ്റൽ കൊണ്ടുവന്നു ഗുഡ്വിൽ കൊണ്ടുവരാൻ പറ്റിയില്ല. അങ്ങനെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഗുഡ്വിൽ കൊടുത്തേ പറ്റൂ സാക്രിഫൈസിങ് പാർട്ട്നേഴ്സിന്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഇൻകമിങ് പാർട്ട്ണർ കൊണ്ടുവന്ന ക്യാപിറ്റലിൽ നിന്ന് എത്രയാണോ ഗുഡ്വിൽ കൊടുക്കേണ്ടത് അത് എടുത്തിട്ട് സാക്രിഫൈസിങ് പാർട്ട്നേഴ്സിന് എടുത്തു കൊടുക്കും. അതായത് ന്യൂ പാർട്ട്ണറുടെ ക്യാപിറ്റൽ കുറയും. കൊണ്ടുവന്ന് ഫോർ എക്സാമ്പിൾ 1,00,000 രൂപയാണ് ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നത്. ഗുഡ്വിൽ 25,000 കൊടുക്കാനുണ്ട്. ഗുഡ്വിൽ കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ ക്യാപിറ്റലിൽ നിന്ന് അത് കുറച്ച് എടുത്തു കൊടുക്കും. അതായത് ക്യാപിറ്റൽ അപ്പോൾ 75,000 ആയിട്ട് കുറയും. 25,000 എടുത്തിട്ട് എന്തായാലും നമുക്ക് ഗുഡ്വിൽ കൊടുത്തേ പറ്റൂ. അപ്പോൾ ക്യാപിറ്റലിൽ നിന്നാണ് എടുത്ത് കൊടുക്കുക. അതാണ് ഇവിടെ ജേണൽ എൻട്രി കാണുന്നത്. ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ ദ സാക്രിഫൈസിങ് റേഷ്യോ ബീയിങ് ന്യൂ പാർട്ട്നർ ഷെയർ ഓഫ് ഗുഡ്വിൽ അഡ്ജസ്റ്റഡ് ബൈ ക്രെഡിറ്റിംഗ് ഓൾഡ് ഓർ സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ ക്യാഷ് ആയിട്ട് ഗുഡ്വിൽ കൊണ്ടുവന്നില്ല, ക്യാപിറ്റൽ കൊണ്ടുവന്നു അദ്ദേഹം. അപ്പോൾ കൊണ്ടുവന്ന ക്യാപിറ്റലിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ ഗുഡ്വിൽ കൊടുത്തത് ഓൾഡ് പാർട്ട്നേഴ്സ്. നമുക്കൊരു പ്രോബ്ലം നോക്കാം. P and Q are partners who share profits and losses in the ratio of 3:2. Their capitals were 4 lakh and 3 lakh respectively. They agreed to admit R into partnership form on 1st January 2018. The following terms in return for the 1/3 share in future. 1/3 ആണ് അവർ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ടേംസ് പറഞ്ഞിട്ടുണ്ട്. 4 ലക്ഷം ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. R is unable to bring his share of goodwill in cash. The goodwill of the firm 1,50,000. അപ്പോൾ 4 ലക്ഷം രൂപ ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നു. പിയും ക്യൂയും കൊണ്ടുനടക്കുന്ന ഒരു പാർട്ട്ണർഷിപ്പ് ഫോമാണ്. 3:2 ആണ് അവരുടെ ഓൾഡ് റേഷ്യോ.
അവരുടെ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, 6 അഡ്മിറ്റ് ചെയ്തു, 6 ക്യാപിറ്റലായിട്ട് 4 ലക്ഷം കൊണ്ടുവന്നു, പക്ഷേ ഗുഡ് വിൽ കൊണ്ടുവരാൻ പറ്റിയില്ല. ഫേമിൻ്റെ ഗുഡ് വില്ലാണ് തന്നിരിക്കുന്നത് 1,50,000. എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ആസ് യൂഷ്വൽ നമ്മൾ ആൾ ക്യാപിറ്റൽ കൊണ്ടുവന്നത് കാണിച്ചു, ക്യാഷ് അക്കൗണ്ട് ഇട്ടിട്ടു, ആസ് ക്യാപിറ്റൽ 4 lakh. ദെൻ നോക്കുക, ഗുഡ് വിൽ എത്രയാണെന്ന് നമുക്ക് അറിയില്ല. ഗുഡ് വിൽ എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫേമിൻ്റെ ഗുഡ് വിൽ തരുമ്പോൾ ഫേമിൻ്റെ ഗുഡ് വിൽ 1 lakh, താഴെ നോട്ടിൽ കാണാം 1,50,000 ആണ്. അതിൻ്റെ 1/3 50,000 ആണ് സി കൊണ്ടുവരേണ്ട ഗുഡ് വിൽ. സോ നമ്മൾ ആ ഗുഡ് വിൽ കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, നേരത്തെ തൊട്ട് ആദ്യത്തെ ചാനലിൽ ആർസ് ക്യാപിറ്റൽ അക്കൗണ്ട് 4 lakh കൊണ്ടുവന്നിട്ടുണ്ട്. ആ കൊണ്ടുവന്ന 40,000 ഒരു 50,000 എടുത്ത് ഗുഡ് വില്ലായിട്ട് കൊടുത്തു. ആർസ് ക്യാപിറ്റൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു. ആർസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റ 50,000 ടു പീസ് ക്യാപിറ്റൽ അക്കൗണ്ട് 30,000, ക്യൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് 20,000 സാക്രിഫൈസിങ് റേഷ്യോയിൽ. അപ്പോൾ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 50,000 ക്യാഷ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റിയില്ല. അപ്പോൾ 6 കൊണ്ടുവന്ന 4 ലക്ഷത്തിൽ നിന്ന് എടുത്തിട്ട്, ഓൾറെഡി ക്രെഡിറ്റ് ചെയ്ത 4 ലക്ഷത്തിൽ നിന്ന്, ക്യാപിറ്റൽ അക്കൗണ്ടിൽ കിടക്കുന്ന 4 ലക്ഷത്തിൽ നിന്ന് എടുത്തിട്ട് ഗുഡ് വില്ലായിട്ട് പിക്കും ക്യൂക്കും സാക്രിഫൈസിങ് റേഷ്യോയിൽ കൊടുത്തു. ഇതാണ് നമ്മൾ ആൾക്ക് ക്യാഷ് കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ ചെയ്യേണ്ട രീതി. നമുക്ക് അടുത്തൊരു സിറ്റുവേഷൻ നോക്കാം. വെൻ ദ ന്യൂ പാർട്ട്ണർ ബ്രിങ്സ് ഓൺലി എ പോർഷൻ ഓഫ് ക്യാപിറ്റൽ ഇൻ ക്യാഷ്. ഒരു പോർഷൻ മാത്രം കൊണ്ടുവരാം. അതായത് നേരത്തെ തൊട്ട് മുമ്പിലും ആൾ ക്യാപിറ്റൽ ഒന്നും കൊണ്ടുവന്നില്ല. പക്ഷെ ഇവിടെ ഗുഡ് വിൽ ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല, ക്യാപിറ്റൽ കൊണ്ടുവന്നു. അതായത് തൊട്ട് മുന്നത്തെ കേസ് നമ്പർ 5 നമ്മൾ പഠിച്ചത്. ഇവിടെ അദ്ദേഹം ക്യാപിറ്റൽ കൊണ്ടുവന്നു, ഗുഡ് വിൽ കൊണ്ടുവരേണ്ടതിൻ്റെ ഒരു ചെറിയ പോർഷനെ കൊണ്ടുവരാൻ പറ്റില്ല, മുഴുവൻ കൊണ്ടുവരാൻ പറ്റില്ല. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? സംടൈംസ് ദ ന്യൂ പാർട്ട്ണർ മേ നോട്ട് ബി ഇൻ എ പൊസിഷൻ ടു ബ്രിങ് ഫുൾ എമൗണ്ട് ഓഫ് ഷെയർ ഓഫ് ഗുഡ് വിൽ ഇൻ ക്യാഷ്. The new partner brings only a portion of his share in cash. In such case, premium account will be credited for the amount of premium brought in cash by him. Then for the remaining amount, എത്രയാണ് കുറവുള്ളത്, the new partner's capital account will be debited. The effect is that his capital account will be reduced. അപ്പോൾ നേരത്തെ തൊട്ട് മുമ്പ് ചെയ്ത പോലെ തന്നെയാണ്. ഗുഡ് വിൽ ആൾ കുറച്ച് ക്യാഷ് ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്, അത് കൊടുക്കും. എത്രയാണ് കുറവുള്ളത് അത് വീണ്ടും ക്യാപിറ്റലിൽ നിന്ന് എടുത്ത് കൊടുക്കും. ഇതാണ് ഈ രീതി എന്ന് പറയുന്നത്. നമുക്കൊരു പ്രോബ്ലം നോക്കാം. അതിന് അതിൻ്റെ ജേണൽ എൻട്രീസ് ഒന്ന് നോക്കാം. അപ്പോൾ ഈ പറഞ്ഞതിൽ ഗുഡ് വിൽ ക്യാഷ് ആയിട്ട് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ കൊണ്ടുവന്നത് മാത്രം ക്യാഷ് അക്കൗണ്ട് ഇട്ടിട്ട് ഗുഡ് വിൽ എന്ന് പറഞ്ഞൊരു എൻട്രി, ആക്ച്വൽ എമൗണ്ട് ഓഫ് ഗുഡ് വിൽ കാണിക്കാം. ഇനി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ഗുഡ് വിൽ നമ്മൾ ഡെബിറ്റ് ചെയ്തു. കൂടാതെ എത്രയാണോ കുറവുള്ളത്, ന്യൂ പാർട്ട്ണർ ഷെയർ ഓഫ് ഗുഡ് വിൽ ആൻഡ് ഗുഡ് വിൽ ആക്ച്വലി കൊടുക്കേണ്ടത് എത്രയാണോ കുറവുള്ളത്, ആ കുറവുള്ളത് മാത്രം ന്യൂ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ എടുക്കുന്നു. അപ്പോൾ പ്രീമിയം അക്കൗണ്ട് ഡെറ്റ്, ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റ് ടു ഓൾഡ് പാർട്ട്നേഴ്സ്. അപ്പോൾ ഓൾഡ് പാർട്ട്നേഴ്സിന് ഫോർ എക്സാമ്പിൾ 50,000 രൂപ ഗുഡ് വിൽ കൊണ്ടുവരണം, 25,000 കൊണ്ടുവരാൻ പറ്റുള്ളൂ. ആ കൊണ്ടുവന്നിട്ടുള്ള 25,000 നമ്മൾ ആദ്യം തന്നെ ഡെബിറ്റ് ചെയ്തു. ബാക്കിയുള്ള 25,000 അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റലിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മളിവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. ഇതാണ് നമ്മൾ ഇങ്ങനെ പോർഷൻ വന്നാൽ ചെയ്യേണ്ട കാര്യം. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. A and B are partners in a firm sharing profits in the ratio of 3:2. They admitted C as a new partner, 1/5 share in profits. C brought rupees 2 lakh as his capital. His share of goodwill was rupees 18,000, but was in a position to bring only 12,000. അതായത് ഈ പാർട്ട്ണർഷിപ്പ് ഫോം എ ആൻഡ് ബി കൊണ്ട് നടക്കുന്ന പാർട്ട്ണർഷിപ്പ് ഫോമായിരുന്നു. സീനെ അഡ്മിറ്റ് ചെയ്തു. സിയുടെ ഷെയർ 1/5 ആണ്. സി 2 ലക്ഷം ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നു. ഗുഡ് വിൽ അയാൾ കൊണ്ടുവരേണ്ടത് 18,000 ആണ്, പക്ഷേ അയാൾക്ക് 12,000 കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഒരു 6,000 രൂപയുടെ കുറവുണ്ട്. നമുക്ക് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യത്തെ ജേണൽ എൻട്രി ആൾ ക്യാപിറ്റൽ കൊണ്ടുവന്നത് ക്യാഷ് അക്കൗണ്ട് ഇട്ടിട്ട് ക്യാപിറ്റൽ അക്കൗണ്ട്, സീസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ദെൻ ആൾ 12,000 കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അതിൻ്റെ ജേണൽ എൻട്രിയാണ് ക്യാഷ് അക്കൗണ്ട് ഇട്ടിട്ട് പ്രീമിയം അക്കൗണ്ട്. ദെൻ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാണ് എൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻട്രി. പ്രീമിയം അക്കൗണ്ട് കൊണ്ടുവന്ന 12,000. ദെൻ ഒരു 6,000 കുറവുണ്ടെന്ന് പറഞ്ഞു. ആ 6,000 സി നേരത്തെ തൊട്ട് മുമ്പ് കൊണ്ടുവന്ന 2 ലക്ഷം കൊണ്ടുവന്നിട്ടുണ്ട് എന്തായാലും ക്യാപിറ്റലായിട്ട്. അതിൽ നിന്ന് ഒരു 6,000 രൂപ നമ്മൾ എടുത്തു. സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റ് ടു ആസ് ക്യാപിറ്റൽ ബീസ് ക്യാപിറ്റൽ സാക്രിഫൈസിങ് റേഷ്യോയിൽ. അപ്പോൾ ഇത് ഈ രീതിയിലാണ് നമ്മളിതിനെ ചെയ്തത്. ഓക്കെ, അടുത്തത് നമ്മളിവിടെ പറയാൻ പോകുന്നത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ കേസാണ്. ഗുഡ് വിൽ അപ്പിയറിംഗ് ഇൻ ദ ബുക്സ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ. ഇഫ് ദ ഗുഡ് വിൽ അപ്പിയർ ഇൻ ദ ബാലൻസ് ഷീറ്റ് ഓഫ് എ ഫേം ബിഫോർ the new partner is admitted, it would be desirable to close the goodwill account by debiting the old partner's capital account and crediting the goodwill account in their old profit sharing ratio. അതായത് പുതിയ പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഫേമിൽ, പുതിയ പാർട്ട്ണർ വരുന്നതിന് മുമ്പുള്ള പാർട്ട്ണർഷിപ്പ് ഫേമിൽ കുറച്ച് ഗുഡ്വിൽ ബാക്കി ഉണ്ടായിരുന്നു. അത് അവരുടെ പണ്ടത്തെ ഗുഡ്വില്ലാണെന്ന് വിചാരിക്കാം. ആ ഗുഡ്വിൽ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പുതിയ പാർട്ട്ണർ വരുന്നതിന് മുമ്പ് തന്നെ ആ നിലവിൽ അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഗുഡ്വിൽ റൈറ്റ് ഓഫ് ചെയ്ത് കളയണം.
അതായത് എടുത്ത പഴയ പാർട്ട്നേഴ്സിനെ അവർക്ക് വീതിച്ചെടുക്കാം. ഇതാണ് നമുക്കിവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ രീതിയിലുള്ള ജേണൽ എൻട്രി കാണിച്ചാൽ മതിയാവും. അപ്പോൾ ഒരു ജേണൽ എൻട്രി വരുന്നുള്ളൂ. അതിൽ എക്സിസ്റ്റിംഗ് ഗുഡ് വിൽ ഉണ്ടെങ്കിൽ ആ ഗുഡ് വില്ലിനെ ഓൾഡ് റേഷ്യോയിലായിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ എക്സിസ്റ്റിംഗ് ഗുഡ് വിൽ ഉണ്ടെങ്കിൽ ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റഡ് ടു ഗുഡ് വിൽ അക്കൗണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, എക്സിസ്റ്റിംഗ് ഗുഡ് വില്ലിനെ ഓൾഡ് റേഷ്യോയിൽ ഓൾഡ് പാർട്ട്നേഴ്സിന് അത് വീതിച്ചെടുക്കാം. പുതിയ പാർട്ട്ണർ വരുന്നതിന് മുമ്പ് തന്നെ അത് വീതിച്ചെടുത്ത് ഗുഡ് വിൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യണം. അതാണ് നമുക്കിവിടെ ചെയ്യേണ്ടത്. നമുക്കൊരു പ്രോബ്ലത്തിലൂടെ പോവുകയാണ്, പെട്ടെന്ന് അവസാനിപ്പിക്കാം. P and Q are partners sharing profits and losses in the ratio of 5:3. They admit R as a new partner. The new profit sharing ratio will be 4:3:2. R brought for 1 lakh as a share of capital but could not bring a share of goodwill കൊണ്ടുവരാൻ പറ്റിയില്ല. അതോടെ നിൽക്കട്ടെ. The firm's goodwill on R's admission was valued rupees 2,80,000. 2,80,000 ആണ് ഫേമിൻ്റെ ഗുഡ്വില്ല്. At the time of R's admission, goodwill existed in the books of the firm. ഫേമിൽ എക്സിസ്റ്റിംഗ് ഗുഡ്വിൽ ഉണ്ടെന്ന് പറയുന്നു 1,80,000. ഇപ്പോൾ ഇവിടെ ഈ പ്രോബ്ലത്തിൽ 2-3 കാര്യങ്ങളുണ്ട്. പിയും ക്യൂവും കൊണ്ട് നടന്നിരിക്കുന്നത് പാർട്ട്ണർഷിപ്പ് ഫോം. ആറിനെ അഡ്മിറ്റ് ചെയ്തു, ആറ് ക്യാപിറ്റലായിട്ട് 1 lakh കൊണ്ടുവന്നു, പക്ഷേ ഗുഡ്വിൽ കൊണ്ടുവരാൻ പറ്റിയില്ല. അതൊന്നാമത്തെ കേസ്. പിന്നെ പാർട്ട്ണർഷിപ്പ് ഫോമിൽ എക്സിസ്റ്റിംഗ് ഗുഡ്വിൽ 1,80,000 ഉണ്ടായിരുന്നു. നമുക്കത് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ജേണൽ എൻട്രിക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കുന്ന രീതി ഇവിടെ കാണാം. അതുപോലെ തന്നെ ആറ് കൊണ്ടുവരേണ്ട ഗുഡ്വിൽ എത്രയാണെന്ന് കൃത്യമായിട്ട് പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടില്ല. അതായത് ഫേമിൻ്റെ ഗുഡ്വിൽ തന്നിരിക്കുന്നത് 2,80,000. അതിൽ ആറിൻ്റെ ഷെയർ കാണണമെങ്കിൽ 2/9. അതായത് ആറിൻ്റെ ഷെയർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ 4:3:2 ആണ്. അപ്പോൾ അതിൽ 2 ആണ് ആറ്, 2/9. 62,222 ആണ് ആറ് ഗുഡ്വില്ലായിട്ട് കൊണ്ടുവരേണ്ടത്. ഇനി അതിൻ്റെ ജേണൽ എൻട്രീസിലേക്ക് നോക്കാം നമുക്ക്. അതിന് തന്നെ ആറ് ക്യാപിറ്റൽ കൊണ്ടുവന്നു. ക്യാഷ് അക്കൗണ്ട് ടു ആസ് ക്യാപിറ്റൽ ആസ് യൂഷ്വൽ 1 lakh. അടുത്തത് നമുക്ക് റൈറ്റ് ഓഫ് ചെയ്യുന്നതാണ്. സാധാരണ ആദ്യത്തെ ജേണൽ എൻട്രി റൈറ്റ് ഓഫ് എൻട്രി ചെയ്തുകൊണ്ടും കുഴപ്പമില്ല. അപ്പോൾ എക്സിസ്റ്റിംഗ് ഗുഡ്വില്ലായിട്ടുള്ള 1,80,000. പ്രത്യേകം ശ്രദ്ധിക്കുക, എക്സിസ്റ്റിംഗ് ഗുഡ്വില്ലായിട്ടുള്ള 1,80,000. ഓൾഡ് പാർട്ട്നേഴ്സ് അവരുടെ ഓൾഡ് റേഷ്യോയിലാണ്. ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് നമ്മുടെ പ്രോബ്ലത്തിലുണ്ട് 5:3 ഒരു സെറ്റ് ഓഫ് ചെയ്തിരിക്കുന്നത്, റൈറ്റ് ഓഫ് ചെയ്തിരിക്കുന്നത്. 1,80,000 5/8, 1,80,000 3/8. അതായത് പിക്ക് 1,12,500, 67,500 ക്യൂക്കും കിട്ടും. അങ്ങനെ എക്സിസ്റ്റിംഗ് ഗുഡ്വിൽ റൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ പ്രോബ്ലത്തിൽ വേറെ പ്രത്യേകതയുണ്ട്. നമ്മുടെ ആറിന് ഗുഡ്വിൽ കൊണ്ടുവരാൻ പറ്റിയില്ല. അപ്പോൾ ക്യാപിറ്റൽ നിർത്താണ് കൊടുക്കുന്നത്. ആർസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റോ 62,222 നമ്മളത് കണ്ടുവച്ചിട്ടുണ്ട്. ടു പീസ് ക്യാപിറ്റൽ അക്കൗണ്ട്, ക്യൂസ് ക്യാപിറ്റൽ അക്കൗണ്ട്. അത് നമ്മൾക്ക് കൊണ്ടുവന്നതായിട്ട് അത് സാക്രിഫൈസിങ് റേഷ്യോയിൽ എടുത്ത് കൊടുക്കുകയാണ്. നമ്മൾ സാക്രിഫൈസിങ് റേഷ്യോ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് 13:3, 13/16, 3/16 എന്ന റേഷ്യോയിൽ അതെടുത്ത് കൊടുക്കുന്നു. ഈ രീതിയിലാണ് നമ്മൾ ഗുഡ്വിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഇൻ ദ ഫോം. അതായത് ഗുഡ്വില് പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഒരു പുതിയ പാർട്ട്ണർ വരുന്ന സമയത്ത് പഴയ ഗുഡ്വില്ലുകൾ എന്തെങ്കിലും പാർട്ട്ണർഷിപ്പ് ഫേമിൽ അതിൻ്റെ ബാലൻസ് ഷീറ്റിൽ ബാക്കിയുണ്ടെങ്കിൽ അത് പുതിയ പാർട്ട്ണർ വരുന്നതിന് മുമ്പ് തന്നെ പഴയ പാർട്ട്നേഴ്സ് അത് പഴയ റേഷ്യോയിൽ വിഡ്രോ ചെയ്തിട്ടുണ്ടായിരിക്കണം. റൈറ്റ് ഓഫ് ചെയ്യാം എന്ന് പറയും. അങ്ങനെ റൈറ്റ് ഓഫ് ചെയ്തെല്ലാം ക്ലിയർ ആക്കിയതിന് ശേഷമാണ് പുതിയ പാർട്ട്ണർ കൊണ്ടുവരുന്നത് കുറച്ചുകൂടി ഉചിതമായിരിക്കും. അപ്പോൾ അതിനുള്ള ജേണൽ എൻട്രീസ് ആണ് നമ്മളിവിടെ ചെയ്തത്. നമ്മളിവിടെ 4, 5, 6, 7 കേസസ് ഇവിടെ പഠിച്ചു കഴിഞ്ഞു. ഞാൻ കുറച്ച് പ്രോബ്ലംസ് ഇവിടെ തരികയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 29, 30 എല്ലാവരും വായിച്ച് കൃത്യമായിട്ട്, ഇപ്പോൾ നമ്മൾ ചെയ്ത കേസുകളിൽ പെടുന്ന പ്രോബ്ലംസ് ആണ്. കൃത്യമായിട്ട് വായിച്ച് നിങ്ങളുടെ അക്കൗണ്ടൻസി നോട്ടിൽ ചെയ്യാം. നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞ മെത്തേഡുകൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി പ്രോബ്ലം വായിക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഗുഡ്വിൽ ട്രീറ്റ് ചെയ്യുക ഇൻ പ്രീമിയം മെത്തേഡിൽ ഡിഫറെൻറ്റ് കേസസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ കൃത്യമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഗ്രൂപ്പിൽ ചോദിക്കാം. ഓക്കെ, സോ ഇത്രയും നേരം ക്ലാസ് കണ്ട എല്ലാവർക്കും താങ്ക് യു.